ഹലോ ഫ്രണ്ട്സ്, ഇനി ആഘോഷങ്ങളുടെ കാലമാണല്ലോ. ഞങ്ങളുടെ ചേട്ടത്തിയുടെ ബ്രദറിന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി പോയിട്ടുണ്ടായിരുന്നേ. പുല്ലിച്ചിറ വെച്ചിട്ടായിരുന്നു. രാത്രി നല്ല താമസിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ഇച്ചാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പുല്ലിച്ചിറ പോയപ്പോഴായിരുന്നു ഓർത്തിരുന്നത് ഈ വർഷത്തെ പെരുന്നാളിനും വന്നില്ലെന്ന്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞാൻ പെരുന്നാളിന് പോയില്ല കേട്ടോ. YMCA ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. ചെന്നപ്പോഴേ നമ്മുടെ ടീംസ് എല്ലാം നേരത്തെ കൂട്ടി അറ്റൻഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഇരുന്ന് ഫോട്ടോ എടുത്ത് കഴിക്കായിരുന്നേ. ഫുഡാണല്ലോ മെയിൻ. ചെറുക്കനും പെണ്ണും ഒരേ നാട്ടുകാരുണ്ട്. ഞങ്ങൾ ആദ്യം ചെന്നത് പെണ്ണിന്റെ റിസപ്ഷനിലാണ്. അന്നേരം അവരാണ് പറഞ്ഞത് വൈഫ് ഹൗസ് ആണ്, അപ്പുറത്താണ് റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനും ചേച്ചി സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇച്ചാൻ ബാക്കി കൂടെ ഐസ്ക്രീമും കൊണ്ടുവന്നത്. പനിയായിരുന്നിട്ടോ ഐസ്ക്രീം തരുന്നതിനെ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ജോബിനെ കുറിച്ച് കുറച്ചു നേരത്തേക്കും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടിരുന്നേ. പിന്നുണ്ട് തന്തപ്പടയും പിള്ളേർപ്പടയും ഇറങ്ങിയിട്ടുണ്ട്. കുറെ എണ്ണം ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കൺമണി. അവളുടെ മാമന്റെ കല്യാണം ആയതുകൊണ്ട് അവള് നല്ല സൂപ്പറായിട്ട് തിളങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അളിയന്മാരും മക്കളും എല്ലാം ടീംസിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് എന്റെ ഇളയ നാത്തുന്റെ ഇളയ മോൻ. ജോപ്പിനെക്കാട്ടിലും 1 മാസവും ഒരാഴ്ചയും മൂത്താണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നത്. അല്ലെങ്കിലും എല്ലാരും ഒത്തുകൂടുമ്പോ ഒരു വൈബാണല്ലേ. പിന്നെ ചെമ്പെല്ലാം കഴുകി ഇറക്കിയതിനു ശേഷം ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ താന്നി ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ. ഈ ഇരുട്ടത്ത് എന്ത് ബീച്ച് ആട്ടാനാന്ന് നമുക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഞങ്ങൾ പോയി കുറച്ച് ലൈറ്റ് ഒക്കെ അടിച്ച് ബീച്ചൊക്കെ കണ്ട് നനച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോന്നേ.